നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നത് തടയുവാൻ സ്ഥാപന മേധാവികൾ ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ. കാസർഗോഡ് നടന്ന സിറ്റിംഗിൽ 44 പരാതികൾ പരിഗണിച്ചതിൽ 5 എണ്ണം തീർപ്പാക്കി. കടൽക്ഷോഭം കാരണമുണ്ടായ ദുരിതങ്ങളിൽ നടപടി വേണം. ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്തും. എരിക്കുളത്ത് നിർമ്മാണം പൂർത്തിയായ സ്മൃതിതീരം വാതക ശ്മശാനം നാടിന് സമർപ്പിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ സമ്മേളനം കാലിക്കടവിൽ നടന്നു. വയോജനങ്ങൾക്ക് നൽകി വരുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഞ്ചേശ്വരത്ത് പഞ്ചായത്ത് പദ്ധതിക്കായി വാങ്ങിയ ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകൾ ICDS ഓഫീസിന്റെ മൂലയിൽ സൂക്ഷിച്ച നിലയിൽ. പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണത്തിനിരയാകുന്നത് തടയുവാൻ സ്ഥാപന മേധാവികൾ ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. സിറ്റിംഗിൽ 44 പരാതികൾ പരിഗണിച്ചതിൽ 5 എണ്ണം തീർപ്പാക്കി. 44 പരാതി വന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2 പരാതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത അദാലത്തിലേക്ക് 37 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് പൊതുവെ വന്നിട്ടുള്ളത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും അത്തരത്തിലുള്ള പരാതികളും വന്നിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. തൊഴിൽ മേഖലയിൽ ഒരേയിടത്ത് പല കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും ചില സഹപ്രവർത്തകർക്കിടയിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ടതിൻ്റെ പരാതിയുമായി വനിതാ കമ്മീഷനെ സമീപിക്കുന്നുണ്ട്. ഇത്തരം പരാതിയുമായി വരുന്ന ഭൂരിപക്ഷം പേരും പരാതി നൽകിയതിനു ശേഷമുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്നവരാണ്. ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായാലും ആത്മധൈര്യത്തോടെ പരാതി പറയാൻ പലരും മടിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വകുപ്പ് മേധാവികളും അതുപോലെ തന്നെ സ്ഥാപന മേധാവികളും ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പോഷ് ആക്ട് നിലവിൽ വന്നിട്ട് സ്ഥാപനങ്ങളിൽ IC രൂപീകരിച്ചിട്ടുണ്ട്. ഇന്റേണൽ കമ്മിറ്റി എല്ലായിടങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളൊന്നും പലയിടങ്ങളിലൊന്നും കാര്യക്ഷമമായിട്ടല്ല എന്നാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത്. കമ്മീഷനിൽ നിന്ന് വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ IC രൂപീകരിച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കമ്മീഷന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ചില ഇടങ്ങളിൽ പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടും കമ്മീഷന് മനസ്സിലായിട്ടുണ്ട്. അപ്പം പോഷ് ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മളെ ലോക്കൽ കമ്മിറ്റികൾ അതാത് കാലങ്ങളിൽ പുനഃസംഘടിപ്പിക്കാത്ത ഇടങ്ങളും ഇന്ന് നിലനിൽക്കുന്നതെന്നാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊക്കെ നല്ല രീതിയിൽ പുനഃസംഘടിപ്പിച്ചു കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ പോഷ് ആക്ട് 2013 ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായിട്ടുള്ള ബോധവൽക്കരണ ജില്ലയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ കമ്മീഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്തും. കടൽക്ഷോഭം കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് സുരക്ഷയ്ക്കായി കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിച്ച് ജീവനും സ്ഥലത്തിനും ഭവനത്തിനും സുരക്ഷ ഒരുക്കി തരണമെന്നും നഷ്ടപ്പെട്ടവയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ചെമ്പരിക്ക പ്രദേശത്ത് ഉണ്ടാകുന്നത്. നിലവിൽ കുറെ സ്ഥലങ്ങളും വീടുകളും തെങ്ങുകളും പ്രദേശവാസികൾക്ക് നഷ്ടമായി. പലരും കൂലിപ്പണിയെടുത്ത് ജീവിതം പുലർത്തുന്നവരായതിനാൽ ഇനിയൊരു നഷ്ടം താങ്ങാവുന്നതിനും അപ്പുറമാണ്. അതിനാൽ സുരക്ഷയ്ക്കായി കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിച്ച് ജീവനും സ്ഥലത്തിനും ഭവനത്തിനും സുരക്ഷ ഒരുക്കിത്തരണമെന്നും നഷ്ടപ്പെട്ടവയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെമ്മനാട് പഞ്ചായത്തിൽപ്പെട്ട 20-ാം വാർഡ് ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ മുഖ്യാതിഥിയായിരിക്കും.
ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബദറുൽ മുനീർ, വാർഡ് മെമ്പർമാരായ അഹമ്മദ് കല്ലട്ര, ആയിഷ അബൂബക്കർ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിലവിലുള്ള വീടുകൾക്കും പള്ളികൾക്കും സുരക്ഷാ ഭിത്തി ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 1-ാം തീയതി മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കളക്ട്രേറ്റ് മാർച്ച് ഉദുമമണ്ഡലം MLA CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിക്കും. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗീതാ കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കലാഭവൻ രാജു, ബദറുൽ മുനീർ, വാർഡ് മെമ്പർമാരായ ഐഷ അബൂബക്കർ, അഹമ്മദ് കല്ലട്ര കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിക്കും. ദാവൂദ് CK, താജുദ്ദീൻ ചെമ്പരിക്ക, ഹംസ CA, ഷെരീഫ് CM, CH മുഹമ്മദ്, അബ്ദുറഹിമാൻ തുരുത്തി, കരുണൻ, റിയാസ് PM, അബ്ദുല്ല CM എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എരിക്കുളത്ത് നിർമ്മാണം പൂർത്തിയായ സ്മൃതി തീരം വാതക ശ്മശാനം നാടിന് സമർപ്പിച്ചു. രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മടിക്കൈ എരിക്കുളത്ത് ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനം സ്മൃതി തീരം ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മറ്റ് സാധാരണ സ്വീകരിക്കുന്ന എല്ലാ നാട്ടുകാർക്ക് അറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികമായ സൗകര്യത്തോടുകൂടി വേഗത്തിലും വൃത്തിയിലും ത്വരിതഗതിയിലും ശവസംസ്കാര ചടങ്ങ് നിർവഹിച്ചു പോകാൻ കഴിയുന്ന ഒരിടം ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും ഭാരവാഹികളുടെ എല്ലാം തന്നെ ഞാൻ അറിയിക്കാം. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 40 ലക്ഷം രൂപയും മടിക്കൈ പഞ്ചായത്തിന്റെ 52 ലക്ഷം രൂപയും ചേർന്ന് 92 ലക്ഷം രൂപ ചിലവിലാണ് ശ്മശാനം പൂർത്തിയാക്കിയത്. എരിക്കുളത്തെ നിലവിലുള്ള പൊതുശ്മശാനത്തോട് ചേർന്ന് 1 ഏക്കറിലാണ് വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. പൂന്തോട്ട നിർമ്മാണവും ഉടൻ പൂർത്തീകരിക്കും. M രാജൻ, KM ഷാജി, KV ശ്രീലത, V പ്രകാശൻ, M അബ്ദുൽ റഹ്മാൻ, P സത്യ, T രാജൻ, രമാ പത്മനാഭൻ, M രചിത, A വേലായുധൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, V നാരായണൻ മുണ്ടോട്ട്, രാജു, CV വാമനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി K ബിജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയോജനങ്ങൾക്ക് നൽകി വരുന്ന പെൻഷൻ 1600 രൂപയിൽ നിന്നും 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാലിക്കടവിൽ നടന്ന സമ്മേളനം CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാരായ മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നേരത്തെ നൽകിയിരുന്ന യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. ബാലൻ ഓളിയക്കാൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ TV രവി പതാക ഉയർത്തി. മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ A അമ്പൂഞ്ഞിയെ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ ആദരിച്ചു. രവീന്ദ്രൻ മാണിയാട്ട്, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P ഭാർഗവി, VM ചന്ദ്രൻ, VM കുമാരൻ, രാഘവൻ മാണിയാട്ട്, K കുഞ്ഞമ്പു, BK നായർ, K ബാലകൃഷ്ണൻ, തമ്പാൻ മേലത്ത്, K സുരേഷൻ, K കുഞ്ഞിക്കണ്ണൻ, V സുരേന്ദ്രൻ, KK വത്സലൻ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യമെന്ന വിഷയത്തിൽ ഡോക്ടർ TV പത്മനാഭൻ ആരോഗ്യ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ്, കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്.
NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ഭൂവികസന പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കുക, തൊഴിലുറപ്പ് നിയമപ്രകാരമുള്ള തൊഴിലും കൂലിയും ലഭ്യമാക്കുക, കൂലി കുടിശ്ശിക അനുവദിക്കുക, ലേബർ ബജറ്റ് വെട്ടിച്ചുരുക്കിയ നടപടി പിൻവലിക്കുക, 10 കോടി തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക, തൊഴിൽ ദിനം 200ആയും കൂലി 600 രൂപയായും വർദ്ധിപ്പിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ ട്രഷറർ പാറക്കോൽ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. കെ ജയകുമാരി അധ്യക്ഷത വഹിച്ചു. കെ ബേബി സംസാരിച്ചു. CV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് സ്ത്രീകൾക്ക് തയ്യൽ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായുള്ള പദ്ധതിക്കായി അനുവദിച്ച തുകയിൽ ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകൾ വാങ്ങി ICDS ഓഫീസിന്റെ മൂലയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. 2020-21 സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിക്കായി മഞ്ചേശ്വരം പഞ്ചായത്ത് വനിതാ സംവരണ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും ICDS 1 ലക്ഷം രൂപയുമായിരുന്നു അനുവദിച്ചത്. ഈ തുക ഉപയോഗിച്ച് ഒരു ജനപ്രിയ കമ്പനിയുടെ പേരിൽ വാങ്ങിയ ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകളാണ് ഉപയോഗിക്കാതെ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു പദ്ധതി ഉപകാരമില്ലാതായിരിക്കുക മാത്രമല്ല, ആ പദ്ധതിയുടെ തുക കൂടി പ്രയോജനകരമല്ലാതായെന്ന് തെളിയിക്കുകയാണ് മഞ്ചേശ്വരത്ത് ICDS ഓഫീസിന്റെ മൂലയിൽ ഒരു ജനപ്രിയ കമ്പനിയുടെ പേരിൽ വാങ്ങിയ ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകൾ ഉപയോഗിക്കാതെ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. 2020-21 സാമ്പത്തിക വർഷത്തിൽ സ്ത്രീകൾക്ക് തൊഴിലിനായി തയ്യൽ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി മഞ്ചേശ്വരം പഞ്ചായത്ത് വനിതാ സംവരണ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും ICDS 1 ലക്ഷം രൂപയുമായിരുന്നു അനുവദിച്ചത്. ഈ പദ്ധതിയുടെ പാളിച്ചയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. 2020 അധികാരത്തിൽ വന്ന പുതിയ ഭരണസമിതിയും ഈ കാര്യം രഹസ്യമാക്കി വയ്ക്കുകയും മൗനം പാലിക്കുകയും ചെയ്തുവെന്നതും നിരവധി സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ICDS ഓഫീസിന്റെ ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകളെക്കുറിച്ച് ഒരു പ്രശ്നവും ഉന്നയിക്കാത്ത പഞ്ചായത്തും ICDS ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. പദ്ധതി പ്രകാരം താൻ 4 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിരുന്നുവെന്നും നല്ല നിലവാരമുള്ള 10 ഹൈസ്പീഡ് തയ്യൽ മെഷീനുകൾ വേണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകളാണ് കൊണ്ടുവന്നതെന്നും നന്നാക്കിയെങ്കിലും അവ ഉപയോഗിക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പദ്ധതിയുടെ ഗുണഭോക്താവും ICDS വൈസ് പ്രസിഡന്റുമായ രോഹിണി പറയുന്നത്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ടൈലർ യൂണിറ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 ലക്ഷത്തിന് പ്രോജക്റ്റ് ആക്കിയിട്ട് കൊടുത്തു. അതിൽ 10 ഹൈസ്പീഡ് മിഷന് അങ്ങനെയാണ് ചോദിച്ചത് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഇത് ഈ ഉഷ മിഷൻ 50 എണ്ണ കൊടുത്ത് തന്നിന്. പക്ഷേ ഇത് ഒരു ഉപയോഗത്തിന് വന്നിട്ടില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് മിഷനാണ്, സ്റ്റിച്ച് ചെയ്യുന്നില്ല. റിപ്പയറെല്ലാം ഞങ്ങൾ ആക്കിച്ചു. അത് റിപ്പയർ ശരിയാന്നില്ല. അതിൽ വരുന്ന പൈസ ഒന്നും ഞങ്ങൾക്ക് മുതലാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ നിർത്തിയതാണ്. ഇത് ഒരു ഉപയോഗത്തിന് വരുന്നില്ല. പൊതുജനങ്ങളുടെ നികുതിപ്പണം പാഴായതിന്റെ നിശബ്ദ തെളിവാണിതെന്ന് സാമൂഹിക പ്രവർത്തകൻ ജബ്ബാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണമായിട്ട് 4 ലക്ഷം രൂപ ഫണ്ട് നീക്കി വെച്ചു. അതേപോലെ ICDS 1 ലക്ഷം രൂപ ഫണ്ട് നീക്കി വെച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ടാവണമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒരു ശ്മശാനം പോലെ ഇവിടെ കാണുന്നുണ്ട്. 10-50 സ്റ്റിച്ചിങ് മെഷീൻ അല്ലാണ്ട് വേറൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഒരു വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി അല്ലാണ്ട് വേറൊന്നുമല്ല. ആരടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും വ്യക്തമായ ഒരു കാരണങ്ങൾ പറയുന്നില്ല. ഇത് മുമ്പത്തവരിതാണെന്ന് പറയുന്നു. ചില ആൾക്കാർ പറയുന്നു മുമ്പ് ഉള്ള ഇത് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ചെയ്തു പോയതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഒന്നും വ്യക്തമാവുന്നില്ല. മൊത്തത്തിൽ ജനങ്ങളുടെ പൈസ ഇങ്ങനെ വേസ്റ്റായിട്ട് പോകുന്നല്ലാണ്ട് വേറെ ഒരു ബെനിഫിറ്റ് പോലും ഇതിലിപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ പദ്ധതിയിൽ നടന്നതെന്ന ആരോപണം ശക്തമാണ്. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഇതിനായി ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും പൂർണ്ണമായ കണക്കുകൾ പരിശോധിക്കണമെന്നും ഇതിന് ഉത്തരവാദികളായ പഞ്ചായത്ത് ICDS ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യവും ശക്തമാണ്. അബ്ദുൽ റഹ്മാനുദ്ദീൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറിന്റെ 4ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. കൊല്ലം കൊട്ടാരക്കര സ്വദേശിനി മോഹനകുമാരിയാണ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൊല്ലം കൊട്ടാരക്കര നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ നിന്നുമാണ് മോഹനകുമാരി പർച്ചേസ് നടത്തിയത്. നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലിക്കും 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത്. നമസ്കാരം. ഗോപു നന്ദില ജിമാർട്ട് അത്തം പത്തോണം 1 ലക്ഷം രൂപ ഡെയിലി ലാഖ്പതി ഓഫറിന്റെ 4ാമത്തെ വിജയെ തെരഞ്ഞെടുക്കാൻ പോവാണ് നമ്മളിവിടെ. അതിനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു കസ്റ്റമറെ നമ്മൾ വിളിക്കുകയാണ്. കൂപ്പൺ നമ്പർ 37456. കസ്റ്റമറുടെ പേര് മോഹനകുമാരി. ജിമാർട്ട് കൊട്ടാരക്കരയെന്നാണ് പുള്ളിക്കാരി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഓണാഘോഷവും ഓണസദ്യയും എല്ലാവരുടേതുമാണ്. ഉള്ളം നിറയും ഉള്ളതുപോലെ എന്ന ആശയത്തിൽ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പടന്ന പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി. കിറ്റുകളുടെ വിതരണോദ്ഘാടനം സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഓണവിഭവങ്ങൾ ഒരുക്കുവാൻ പഞ്ചായത്തിലെ അർഹരായ 20-ൽ പരം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് എത്തിച്ചു നൽകിയത്. കിറ്റുകളുടെ വിതരണോദ്ഘാടനം സിനിമാ താരവും പഞ്ചായത്ത് അംഗവുമായ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ മനോജ് പിലിക്കോട്, PTA പ്രസിഡന്റ് KP രമേശൻ, മദർ PTA പ്രസിഡന്റ് പ്രമീള രമേശൻ, സ്റ്റാഫ് സെക്രട്ടറി OP ബാബു, P മോഹനൻ, P കവിത, പരിസ്ഥിതി ക്ലബ്ബ് ലീഡർ PV വൈക, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലീഡർ KV നകുൽ, SPC അംഗങ്ങളായ C അഷിത്, P ഇഷാനി, P അനുഗ്രഹ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതൂർ. കുമ്പളയിൽ സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ബന്ദിയോട് ഇച്ചിലങ്കോട് ദീനാർ നഗറിലെ യൂസഫാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. യൂസഫ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡിന്റെ മധ്യഭാഗത്തുള്ള ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. യൂസഫ് സുഹൃത്തുക്കളെ സന്ദർശിച്ച ശേഷം മാവിനകട്ടയിൽ വെച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. യൂസഫ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡിന്റെ മധ്യഭാഗത്തുള്ള ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യൂസഫിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം നടത്തി നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മുഹമ്മദ് തയത്തല വളപ്പ് കയറുന്നിസ ദമ്പതികളുടെ മകനായ യൂസഫ് ഷിറിയയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. സിദ്ദിഖ്, സഫ്രീന എന്നിവർ സഹോദരങ്ങളാണ്. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിച്ച 8 ബൈത്തുറഹ്മകളിൽ 7ാമത്തെ വീടിന്റെ സമർപ്പണം മീഞ്ച പഞ്ചായത്തിലെ ദൈഗോളിയിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലും നിർമ്മിച്ചു നൽകി വരുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുറഹ്മ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് മീഞ്ച പഞ്ചായത്തിലെ ദൈഗോളിയിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അസീസ് മരിക്കെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷംസുദ്ദീൻ തങ്ങളും ചടങ്ങിലെ മുഖ്യാതിഥിയായ മഞ്ചേശ്വരം MLA AK മഷ്റഫും ചേർന്ന് വീടിന്റെ താക്കോൽ അർഹരായ കുടുംബത്തിന് കൈമാറി. ചടങ്ങിൽ ദുബായ് KMCC മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ് മജിബയൽ അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി അമാൻ തലക്കല സ്വാഗത പ്രഭാഷണം നടത്തി. AK ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി. സൈഫുള്ള തങ്ങൾ, മുനീർ ബേരിക്ക, മുഹമ്മദ് കളായി, മൊയ്തീൻ കണ്ണൂർ, സിദ്ദിഖ് ക്ലാസിക്, ഉമർ സൂഫി, താജുദ്ദീൻ, മുനീർ ഉറുമി, നസീർ കണ്ണൂർ, ലത്തീഫ് തലക്കല, നസീർ ബാട്ടിപ്പദവ് തുടങ്ങിയ ദുബായ് KMCC നേതാക്കൾ സംബന്ധിച്ചു. മുസ്തഫ പണങ്കൈ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയായും ദീർഘകാലം കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന മുതിർന്ന ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ കായിക സംഘാടകനുമായ എഞ്ചിനീയർ MTP അബ്ദുൽ ഖാദറിനെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വീട്ടിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ആദരവേകി.
അവിഭക്ത കണ്ണൂർ ജില്ലയിലും പിന്നീട് കാസർഗോഡ് ജില്ലയിലും ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കളികളുടെ മികച്ച സംഘാടകനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ അബ്ദുൽ ഖാദറിന് തൃക്കരിപ്പൂർ ടൗണിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നാണ് ആദരവേകിയത്. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിൻ്റെ ഓർമ്മ പുതുക്കി ദേശമെങ്ങും നടന്ന കായിക ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ വീട്ടിലെത്തി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഷാളണിയിച്ച് ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി, അംഗങ്ങളായ എം രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി സി എ സിബി ജോർജ്, ആസൂത്രണ സമിതി അംഗം കെ വി രാഘവൻ മാസ്റ്റർ, വി മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദിവസങ്ങൾ നീളുന്ന വ്യത്യസ്തങ്ങളായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് സ്കൂളുകൾ 10 ദിവസം നീളുന്ന ഓണാവധിക്കാലത്തേക്ക് പ്രവേശിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും രസകരങ്ങളായ നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചും പായസത്തോടെ ഓണസദ്യ വിളമ്പിയുമാണ് സ്കൂളുകൾ അടച്ചത്. സ്കൂളുകളിൽ തിരുവോണ ദിനത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളും 10 കൂട്ടം കറികളും രുചി വൈവിധ്യമേറുന്ന പായസവും ഉൾപ്പെടെയാണ് മിക്ക സ്ഥലത്തുമുണ്ടായത്. യൂണിഫോം ഒഴിവാക്കി വ്യത്യസ്ത കളറുകളും ഡിസൈനുകളുമുള്ള വസ്ത്രം ധരിച്ചെത്തിയ കുരുന്നുകൾക്കും ഓണാഘോഷം ആഹ്ലാദത്തിൻ്റെതായി. പല സ്കൂളുകളിലും മാവേലിയും വാമനനുമായി വിദ്യാർത്ഥികൾ വേഷമിട്ട് ഓണാഘോഷത്തിൻ്റെ ഐതിഹ്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഓണപ്പാട്ടും മറ്റ് കലാപരിപാടികളുമാണ് പ്രധാന ഇനങ്ങളായി സ്കൂളുകളിലുണ്ടായത്. ഓണസദ്യയുണ്ടാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10 ദിവസത്തെ ഓണാവധിക്കായി പിരിഞ്ഞത്. സെപ്റ്റംബർ 8 തിങ്കളാഴ്ചയാണ് സ്കൂളുകൾ ഇനി തുറക്കുക. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുളിഞ്ച LP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. മായിപ്പാടി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഫാക്കൽറ്റി അജിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിവിധ ഓണ മത്സരങ്ങളും നടന്നു. മുളിഞ്ച LP സ്കൂളിൽ ഇത്തവണത്തെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. മായിപ്പാടി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഫാക്കൽറ്റി അജിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക ചിത്രാവതി ചിഗുറുപ്പാതെ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം BRCയിലെ BPC സുമാദേവി ഓണാഘോഷത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ച് സംസാരിച്ചു. സ്കൂൾ അധ്യാപിക രേഷ്മ ഓണത്തിൻ്റെ പശ്ചാത്തലം അവതരിപ്പിച്ചു. കാസർഗോഡ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്വാലിഹ, ഓവർസിയർ പ്രജീബ, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ബ്രിജേഷ്, അധ്യാപകൻ അബ്ദുൽ ബഷീർ സുബയ്യക്കട്ടെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. MPTA അധ്യക്ഷ സുഷ്മയും ഉപാധ്യക്ഷ സൈബുന്നിസും പങ്കെടുത്തു. ഓണത്തിൻ്റെ ഭാഗമായി അനിത ടീച്ചറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. അധ്യാപിക ഐശ്വര്യയും അനുകൃഷ്ണയും പൂക്കളം ഒരുക്കി. മഹാബലി വേഷം ധരിച്ച ആസിഫ് രാജിനെ ഓണപ്പാട്ട്, ഓണക്കളികൾ, ഓണസദ്യ എന്നിവയിലൂടെ സ്വീകരിച്ചു. സ്കൂൾ അധ്യാപിക ധന്യ സ്വാഗതവും ജസീല നന്ദിയും പറഞ്ഞു. അധ്യാപകൻ റിയാസ് പെരിങ്ങാടി പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൂകാംബിക ട്രാവൽസിന്റെ 100ാമത് കാരുണ്യയാത്ര സെപ്റ്റംബർ 1 നടക്കും. വിവിധ അഭയകേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് തിരുവോണ സദ്യ ഒരുക്കുന്നതിനും കുറച്ച് രോഗികൾക്ക് സഹായം നൽകുന്നതിനും വേണ്ടിയുള്ളതാണ് 100ാമത്തെ കാരുണ്യയാത്രയെന്ന് മൂകാംബിക ട്രാവൽസ് ഉടമ വിദ്യാധരൻ കാട്ടൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2016 മാർച്ചിൽ ആരംഭം കുറിച്ച മൂകാംബിക ട്രാവൽസിന്റെ കാരുണ്യയാത്രയ്ക്കാണ് 100 തികയുന്നത്. ഉപ്പള ഷെയ്ഖ് സയ്യിദ് ഓൾഡ് ഏജ് ഹോം, സേവാഭാരതി, കാഞ്ഞങ്ങാട് അഭയം വൃദ്ധാശ്രമം, മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം എന്നീ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് തിരുവോണ സദ്യ ഒരുക്കുന്നതിനും കുറച്ച് രോഗികൾക്ക് സഹായകരമാകുന്നതിനും വേണ്ടിയാണ് 100ാമത്തെ യാത്ര. കാഞ്ഞങ്ങാട്, കൊന്നക്കാട്, പാണത്തൂർ, ബന്ദർക്ക പൊയ്നാച്ചി കാസർഗോഡ്, ബന്ദർക്ക എരിഞ്ഞിപ്പുഴ കാസർഗോഡ് എന്നീ റൂട്ടുകളിൽ മൂകാംബിക ട്രാവൽസിന്റെ 3 ബസ്സുകൾ കാരുണ്യയാത്ര നടത്തും. മലയോരത്തെ യാത്രാ സൗകര്യ പരിമിതികൾ തളർത്തിയ രോഗബാധിതർക്ക് താങ്ങായി തുടങ്ങിയ ജീപ്പ് യാത്രാ സേവനത്തിൽ നിന്നും വിദ്യാധരൻ കാട്ടൂർ പടുത്തുയർത്തിയതാണ് എല്ലാ മാസവും മുടങ്ങാതെ നിരാലംബരായ രോഗികൾക്ക് ആശ്വാസമേകുന്നതിനുള്ള ബസ് കാരുണ്യയാത്ര. കോട്ടയത്ത് ഒരു ബസ് കാരുണ്യയാത്രയിലൂടെ ചികിത്സാ സഹായനിധി സ്വരൂപിക്കുന്നത് കണ്ടറിഞ്ഞ് അത്തരത്തിലുള്ള ജീവകാരുണ്യയാത്രയ്ക്ക് ജില്ലയിലും തുടക്കം കുറിക്കുകയായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് എല്ലാ മാസവും 1-ാം തീയതി മുടങ്ങാതെ കാരുണ്യത്തിൻ്റെ കരസ്പർശം നീട്ടി.
യാത്രക്കാരുടെയും സന്നദ്ധ സംഘടനകളുടെയും വലിയ സഹായ സഹകരണങ്ങളാണ് ഈ കാരുണ്യയാത്രയ്ക്ക് ലഭിച്ചതെന്നും വിദ്യാധരൻ കാട്ടൂർ പറഞ്ഞു. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കാരുണ്യയാത്രയാണ് ഇപ്പോഴും നമ്മൾ 100ാമത് മാസത്തോടു കൂടിയിട്ട് പര്യവസാനിപ്പിക്കുന്നത്. ഈ 100 മാസത്തെ കാരുണ്യയാത്രയിൽ 100ാമത്തെ യാത്ര ഒന്ന് സർ സെയ്ദ് ഓൾഡ് ഏജ് ഹോം ഉപ്പള, സേവാഭാരതി കാഞ്ഞങ്ങാടിൻ്റെ അഭയം വൃദ്ധാശ്രമം, പിന്നെ മലപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് തിരുവോണ സദ്യ ഒരുക്കിക്കൊണ്ടാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. മൂകാംബിക ട്രാവൽസ് ഉടമ വിദ്യാധരൻ കാട്ടൂരിനെ കൂടാതെ കാരുണ്യയാത്രാ കോർഡിനേറ്റർ ബാലഗോപാലൻ കക്കാണത്ത്, ഹൊസ്ദുർഗ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അംഗവും RMS ബസ് ഉടമയുമായ മന്മദ് മോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിച്ച ദേശീയപാത വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും അക്രമകാരികളായ തെരുവുനായ ശല്യം ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും തൊഴിലുറപ്പ് തൊഴിലിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നും കൂടുതൽ ഫണ്ട് അനുവദിച്ച് ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കി എങ്ങനെയാണ് ഓരോ രാജ്യത്തെയും സ്ത്രീകൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം അവർക്ക് കൈവരിക്കാനാവുന്നത്, മെച്ചപ്പെട്ട തൊഴിൽ കൊടുക്കാനാവുന്നത്, ഒരു ജീവിയാണ് എന്ന ബോധത്തോടെ എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയും, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. ഒരുപാട് രാജ്യങ്ങളുടെ കാര്യം പറയാൻ കേട്ടോ, ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ പറയാൻ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഏരിയ പ്രസിഡന്റ് PA ശകുന്തള അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, PC സുബൈദ, TK ചന്ദ്രമ്മ, VV പ്രസന്നകുമാരി, E ചന്ദ്രമതി, ദേവി രവീന്ദ്രൻ, ഫൗസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. K രുക്മണി രക്തസാക്ഷി പ്രമേയവും KV സുജാത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. VV തുളസി, K രോഹിണി, AD ലത തുടങ്ങിയ സബ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംഘാടക സമിതി ചെയർമാൻ KV ജയപാലൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ, സ്വാഗത നൃത്ത ശില്പം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ M നന്ദഗോപാലൻ IPS ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ M നന്ദഗോപാലൻ IPS ഉദ്ഘാടനം ചെയ്തു. ശ്രീ പ്രൊഫസർ PC ജെയിംസ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഇതുമായിട്ട് റൈഫിൾസ് അല്ലെങ്കിൽ ഷൂട്ടിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് അതിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 2 വർഷത്തിൽ വളരെയധികം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ. കാരണം ട്രെയിനിങ്ങിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് റൈഫിൾ അല്ലെങ്കിൽ പിസ്റ്റളൊക്കെ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർക്ക് അനിയത്തിമാർക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ 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 അവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണമെന്ന് തോന്നുന്നു. തുടർന്ന് കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി VC ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് അസോസിയേഷൻ ട്രഷററും കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KA നാസർ സ്വാഗതം പറഞ്ഞു. A ഹമീദ് ഹാജി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടനത്തിനൊപ്പം തന്നെ 10 മീറ്റർ എയർ റൈഫിൾ മത്സരങ്ങൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും അഫിലിയേറ്റഡ് അസോസിയേഷനുകളിലെയും മികച്ച താരങ്ങൾ 6 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. 10, 25, 50 മീറ്റർ റേഞ്ചുകളിൽ സീനിയർ, ജൂനിയർ, യൂത്ത്, സബ് യൂത്ത്, മാസ്റ്റർ, സീനിയർ മാസ്റ്റർ എന്നീ വിഭാഗങ്ങളിലെയും ഒളിമ്പിക് ഇനങ്ങളിലെയും മത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ 8 മുതൽ 11 വരെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 8 മുതൽ 11 വരെ തീയതികളായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് EV ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ലത KV പ്രഭാവതി, സരസ്വതി KV, കൗൺസിലർമാരായ N അശോക് കുമാർ, സുജിത് നെല്ലിക്കാട്ട്, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ, K വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുനാഥൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് P സുമ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾ 123 ഇനങ്ങളിലായി മത്സരിക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഭാരവാഹികളായി KV സുജാത ചെയർമാനായും K സുരേന്ദ്രൻ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നത് തടയുവാൻ സ്ഥാപന മേധാവികൾ ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ. കാസർഗോഡ് നടന്ന സിറ്റിംഗിൽ 44 പരാതികൾ പരിഗണിച്ചതിൽ 5 എണ്ണം തീർപ്പാക്കി. കടൽക്ഷോഭം കാരണമുണ്ടായ ദുരിതങ്ങളിൽ നടപടി വേണം. ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്തും. എരിക്കുളത്ത് നിർമ്മാണം പൂർത്തിയായ സ്മൃതിതീരം വാതക ശ്മശാനം നാടിന് സമർപ്പിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ സമ്മേളനം കാലിക്കടവിൽ നടന്നു. വയോജനങ്ങൾക്ക് നൽകി വരുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഞ്ചേശ്വരത്ത് പഞ്ചായത്ത് പദ്ധതിക്കായി വാങ്ങിയ ഗുണനിലവാരമില്ലാത്ത തയ്യൽ മെഷീനുകൾ ICDS ഓഫീസിന്റെ മൂലയിൽ സൂക്ഷിച്ച നിലയിൽ. പ്രതിഷേധം ശക്തം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.